ചെങ്ങളായി പഞ്ചായത്തിലെ ചൊയ്ലി പടിഞ്ഞാറേമൂലയിൽ പുലിയെന്ന് സംശയിക്കുന്ന അജ്ഞാത ജീവി പശുക്കിടാവിനെ ആക്രമിച്ചു കൊന്ന നിലയിൽ പടിഞ്ഞാറേമൂലയിലെ MT വിനോദിന്റെ പശുക്കിടാവിനെയാണ് ആക്രമിച്ചു കൊന്നത്. ഇന്ന് പുലർച്ചെ 1:30 മണിയോടെയാണ് സംഭവം നടന്നത്. ഏകദേശം 50 കിലോഗ്രാം ഭാരമുള്ള പശുവിനെ തൊഴുത്തിൽ നിന്ന് 50 മീറ്റർ അകലെ വലിച്ചു കൊണ്ടുപോയ നിലയിലാണ് കണ്ടെത്തിയത്. വെറ്റിനറി സർജൻ അനുമോൾ ജോസഫിന്റെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തി. തളിപ്പറമ്പ് റേഞ്ചർ ഓഫീസർ സനൂപ് കൃഷ്ണൻ PV, സ്ഥലത്തെയും സമീപത്തെയും വാർഡ് മെമ്പർമാർ, ചെങ്ങളായി പഞ്ചായത്ത് പ്രസിഡന്റ് എന്നിവർ സ്ഥലം സന്ദർശിച്ചു. ഫോറസ്റ്റ് അധികൃതർ സ്ഥലത്തെത്തി കാൽപ്പാടുകൾ പരിശോധിച്ചപ്പോൾ പുലിയുടെ കാൽപ്പാടുകളാകാമെന്ന നിഗമനത്തിലാണ് ഫോറസ്റ്റ് അധികൃതർ പ്രദേശത്ത് ക്യാമറകൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അജ്ഞാത ജീവി വീണ്ടും വരുമെന്ന നിഗമനത്തിൽ പശുവിന്റെ ജഡം മറവു ചെയ്യാതെ സംഭവസ്ഥലത്ത് തന്നെ വച്ചിരിക്കുകയാണ്. സംഭവത്തെ തുടർന്ന് പ്രദേശത്ത് ആശങ്ക നിലനിൽക്കുകയാണ്. പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് PV പിന്നെ പറഞ്ഞു. സ്ഥലത്ത് 2 ക്യാമറകൾ സ്ഥാപിക്കുകയും അജ്ഞാത ജീവിയുടെ സാന്നിധ്യം കണ്ടെത്തുകയും ചെയ്താൽ അടുത്ത നടപടി സ്വീകരിക്കുമെന്ന് തളിപ്പറമ്പ് റേഞ്ച് ഓഫീസർ സനൂപ് കൃഷ്ണൻ PV പറഞ്ഞു. ഇന്ന് രാത്രി നമ്മുടെ ഒരു ടീം ഈ ഭാഗത്ത് പെട്രോളിംഗ് പോലെ വരും. ബാക്കി തുടർ നടപടികൾ NTSA പ്രോട്ടോക്കോൾ പോലെ നമ്മൾ സ്വീകരിക്കുന്നതാണ്. ഏതായാലും ഈ കിടാവിന് 4 മാസം പ്രായമുള്ള കിടാവാണെന്നാണ് അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിനുള്ള വനംവകുപ്പിൽ നിന്നുള്ള കോമ്പൻസേഷൻ നമ്മൾ ഉടൻ തന്നെ കൊടുക്കുന്നതാണ്. അക്ഷയ വഴി അപേക്ഷിച്ച് അതിൻ്റെ ED വഴി അപേക്ഷിക്കുന്ന മുറക്ക് നമ്മളതിൻ്റെ വാല്യുവേഷൻ അനുസരിച്ചുള്ള തുക കോമ്പൻസേഷൻ നൽകുന്നതാണ്. ഏതായാലും ജനങ്ങളൊന്ന് ഒരു ജാഗ്രത പുലർത്തണം എന്നാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ മൊത്തം കാട് പിടിച്ച റബ്ബർ തോട്ടാണ്. അത് സ്ഥലമുടമകളൊന്ന് കാട് വയ്ക്കിയാൽ റബ്ബർ ടാപ്പിംഗ് ചെയ്യുന്നവർക്കും മറ്റുള്ളവർക്കും ഒരു സുരക്ഷ ഉറപ്പുവരുത്താവുന്നതാണ്. ഇന്ന് രാവിലെ ചെങ്ങളായി ഗ്രാമപഞ്ചായത്തിലെ ചുഴലി പ്രദേശത്ത് സുരേഷ് താങ്കളുടെ വീട്ടിലെ കിടാവിനെ ഒരു അജ്ഞാത ജീവി ആക്രമിച്ചു എന്ന വിവരം പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വനവകുപ്പ് ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത്. പ്രാഥമിക നിരീക്ഷണത്തിൽ കാൽപ്പാടുകൾ പരിശോധിച്ചപ്പോൾ ഏകദേശം പുലിയുടേതാണെന്നുള്ളൊരു ബോധ്യം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന നിലയിൽ ഞങ്ങൾ ഇന്ന് ക്യാമറ വെക്കുന്നുണ്ട്. 2 ക്യാമറ ഇപ്പം ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. ക്യാമറ രാവിലെ വന്ന് പരിശോധിച്ച് അതിൽ ജീവിയുടെ സാന്നിധ്യം കണ്ടിട്ടുണ്ടെങ്കിൽ അതിനടുത്ത സ്റ്റെപ്പ് നമ്മൾ സ്വീകരിക്കുന്നതാണ്. ഏതായാലും കിടാവിൻ്റെ ആ ഭക്ഷിച്ച രീതിയും മറ്റും പരിശോധിച്ചപ്പോൾ ഏകദേശം പുലിയോട് സമാനമായ ജീവിയാണെന്ന് ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. ഏതായാലും പ്രദേശവാസികൾ ജാഗ്രതയിൽ നിൽക്കണം എന്നാണ് നമ്മൾ പറയുന്നത്.